എന്തുകൊണ്ടാണ് ഇന്ത്യ സഞ്ജുവിനെ കണ്ടില്ലെന്ന് നടിക്കുന്നത്? ഗൗതം ഗംഭീർ സഞ്ജുവിനെ എന്തുകൊണ്ടാണ് പരിഗണിക്കാത്തത്? 3 മത്സരം ഫോം ഔട്ട് ആയപ്പോഴത്തേക്കും സഞ്ജുവിന്റെ സ്ഥാനം ടീമിൽ നിന്ന് പുറത്തു. അങ്ങനെയാണെങ്കിൽ അഭിഷേക് ശർമ്മയോ? അഭിഷേക് ശർമ്മക്ക് 6 മത്സരമായി ഫോം ഔട്ട് അല്ലേ? ഈ അഭിഷേക് ശർമ്മ ഉണ്ടാക്കിയതിനേക്കാൾ ഇമ്പാക്ട് T20 വേൾഡ് കപ്പിൽ ഏറ്റവും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയത് തന്നെ സഞ്ജു സാംസൺ ആണ്. സഞ്ജു ആണ് ഇന്ത്യ കിരീടം നേടിയതിൽ വലിയ പങ്ക് വഹിച്ചത്. അപ്പൊ അത് കണ്ടില്ലെന്ന് നടിക്കണം. ഒരു 3 മത്സരം ഫോം ഔട്ട് ആയിരിക്കും സഞ്ജുവിന്റെ സ്ഥാനം പുറത്തോ? എന്താണ് ഗംഭീർ ഉദ്ദേശിക്കുന്നത്? അഭിഷേക് ശർമ്മ എന്താ പറയാ, ഇന്ത്യക്ക് ഭാവി അസറ്റ് ആണെന്നാണോ? സഞ്ജുവിന് 31 വയസ്സാണ്. ഇനിയും 7-8 വർഷത്തോളം കളിക്കാനുള്ള ഒരു കാപ്പബിലിറ്റി ഉണ്ട് സഞ്ജുവിന്. അപ്പൊ അത് കണ്ടില്ലെന്ന് അടിക്കണോ? സഞ്ജുവിന് അവസരങ്ങൾ കൊടുക്കേണ്ട സമയമാണ്. ഈ സമയത്ത് മാറ്റി നിർത്തപ്പെട്ട പിന്നെ എപ്പോഴാ ചേർത്ത് പിടിക്കുക? സഞ്ജു ഒറ്റയ്ക്ക് മത്സരം ജയിപ്പിക്കാൻ പറ്റുന്ന പ്ലെയർ ആണെന്നുള്ളത് സഞ്ജു തെളിയിച്ചതായി. ഈ വേൾഡ് കപ്പിൽ മാത്രമല്ല, ഇതിന് മുൻപും അന്നൊക്കെ കണ്ടില്ലെന്ന് അടിച്ചു. അവസാനം ഒരു വേൾഡ് കപ്പ് വരെ നേടിത്തന്നു. എന്നിട്ടും 3 മത്സരം ഫോം ഔട്ട് ആയപ്പോഴത്തേക്കും സഞ്ജുവിന്റെ സ്ഥാനം പുറത്ത്. സഞ്ജുവിന് നമ്മൾ മുൻപും പറയാറുണ്ട്, നിങ്ങൾ പന്തിനൊക്കെ കൊടുത്ത മാതിരി ഇപ്പൊ അഭിഷേകിന് കൊടുക്കുന്നത് മാതിരി സഞ്ജുവിന് ഒരു സപ്പോർട്ട് കൊടുത്തു നോക്കും. സഞ്ജു ഒരുപാട് വലിയ റിസൾട്ട് ഇന്ത്യക്ക് ഉണ്ടാക്കി തരും. ഇനിയെങ്കിലും ആ മനുഷ്യനെ കണ്ടില്ലെന്ന് നടിക്കല്ല.